കുട്ടിക്കഥ 15. കോഴിയമ്മയും അവളുടെ കുഞ്ഞുങ്ങളും. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പാടത്തായിരുന്നു കോഴിയമ്മ താമസിച്ചിരുന്നത്. അവൾക്കാകട്ടെ 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പുറത്തിറങ്ങി അമ്മയുടെ കൂടെ ലോകം ചുറ്റാനായിരുന്നു അവർക്കിഷ്ടം. എന്നും യാത്രകളിൽ കോഴിയമ്മ അവരെയും കൂട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കോഴിയമ്മയും കുഞ്ഞുങ്ങളും അവളുടെ നാട്ടിലേക്ക് പോയി. അറിയാത്ത സ്ഥലങ്ങളിൽ പോകരുതെന്നും തന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നും അവൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. എന്നാൽ അതിലൊരു വികൃതി കുട്ടനുണ്ടായിരുന്നു. അവൻ അവിടെ നോക്കിയപ്പോൾ അതാ മനോഹരമായ ഒരു നീല ചിത്രശലഭം. അവനാകട്ടെ അതിന്റെ കൂടെ കളിച്ച് അതിനെ പിന്തുടർന്ന് കാട്ടിലോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കോഴിയമ്മയ്ക്ക് മനസ്സിലായി തന്റെ ഒരു കുഞ്ഞിനെ കാണാനില്ലാന്ന്. അവൾ നീട്ടി വിളിച്ചു. അവൾ വീണ്ടും വീണ്ടും അവനെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആര് കേൾക്കാൻ? അങ്ങനെ ഇരിക്കെ നമ്മുടെ വികൃതിക്കുട്ടന് മനസ്സിലായി തനിക്ക് വഴി തെറ്റിയെന്ന്. അവൻ ആകെ പേടിച്ചുപോയി. കോഴിയമ്മ വേഗം തന്നെ തിരച്ചിൽ തുടങ്ങി. അവൾ ഓടി നടന്ന് തന്റെ കുഞ്ഞിനെ തപ്പിക്കൊണ്ടേയിരുന്നു. കുഞ്ഞാകട്ടെ പേടിച്ച് കാട്ടിൽ കൂടി മെല്ലെ നടന്നു. കോഴിയമ്മയാകട്ടെ തിരിച്ചു വന്ന് ബാക്കിയുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ കാട്ടിൽ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ എങ്ങോട്ടും പോകരുത്, ഒരുമിച്ച് തന്നെ നിൽക്കണം. കോഴിയമ്മ വേഗം തന്നെ പുറപ്പെട്ടു. അവിടെ കാടിനുള്ളിൽ കോഴിക്കുഞ്ഞെ തന്റെ അമ്മയുടെ ശബ്ദം കേട്ടു. അവൻ ഓടിച്ചെന്ന് തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. കോഴിയമ്മയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടെ കോഴിയമ്മയും കുഞ്ഞുങ്ങളും വീണ്ടും ഒന്നിച്ചു. അവർ പഴയതുപോലെ ചിത്രശലഭങ്ങളെ പിന്തുടർന്നു. പക്ഷേ ഈ പ്രാവശ്യം അവർ അമ്മയുടെ നേതൃത്വത്തിലാണ് പോയത്. അങ്ങനെ കോഴിയമ്മയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, കുഞ്ഞായിരിക്കുമ്പോൾ മുതിർന്നവരെ വിട്ട് ദൂരേക്ക് പോകരുത്. കഥ ഇഷ്ടപ്പെട്ടുവോ? ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബായ് കൂട്ടുകാരെ.